ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ എക്സാമിന് പറ്റിയ മെത്തേഡ്സ് ആണ് കേട്ടോ. ജയിച്ചില്ലെങ്കിലും നമുക്ക് അത്യാവശ്യമുള്ള മാർക്കൊക്കെ കിട്ടും കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. എക്സാമിന് ബാഡ് ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടീച്ചേഴ്സിന് ഒന്നും മനസ്സിലാവുകയില്ല. അപ്പം നമുക്ക് നല്ല നീറ്റായിട്ട് എഴുതാം. ഫസ്റ്റത്തെ ഈ ഒരു പിക്ചർ നോക്കൂ, എന്ത് ബാഡ് ഹാൻഡ് റൈറ്റിങ്ങാ. ഈ പിക്ചർ എന്ന് പറഞ്ഞാൽ നല്ല ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതിയേക്കാം. ഏറ്റവും കൂടുതൽ കാണുമ്പോഴത്തേക്കും ഏതാ ഭംഗി? നീറ്റ് ഹാൻഡ് റൈറ്റിങ്ങിനാണ് നല്ല ഭംഗി. എക്സാമിന് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണ് ആൻസർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. How to study exam portions. Divide tough and easy. Energy efficient manage way. Power nap. നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ടയർഡ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു സമയം നമുക്ക് കിടന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് കണ്ണടച്ച് കിടക്കുകയോ എന്നെങ്കിൽ നമുക്ക് ആ ഒരു ടൈം എക്സാമിന് ടെൻഷൻ കാരണം 10 മിനിറ്റ് കിടക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ 10 മിനിറ്റ് നമുക്ക് നമ്മുടെ മൈൻഡ് റിലാക്സ് ചെയ്യാം. നമ്മൾ പഠിച്ച കാര്യങ്ങളും ഇനി പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഓർത്ത് നോക്കുക. ഞാൻ എന്തൊക്കെ പഠിച്ചു, ഇതെപ്പോൾ തീരുമെന്ന കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് നന്നായിട്ട് ഒന്ന് ഓർത്ത് നോക്കുക. ഈ ഒരു ടൈമിൽ നമ്മൾ ഒരിക്കലും ഫോൺ നോക്കാതിരിക്കുക. 30 മിനിറ്റ്സ് നമ്മളൊരു സ്റ്റഡിങ് പ്ലാൻ എടുക്കുക. നമ്മൾ 25 മിനിറ്റ്സ് പഠിക്കുക, 5 മിനിറ്റ്സ് നമ്മൾ റെസ്റ്റ് എടുക്കുക. ഇതിനാണ് പറയുന്നത് പൊമോഡോറോ മെത്തേഡ്. എനിക്ക് എക്സാമിന് നന്നായിട്ട് യൂസ്ഫുൾ ആയതാണ്. നമ്മൾ പഠിക്കും, ബുക്ക് എടുക്കും, അങ്ങനെ ചെയ്യാതെ ഈ ഒരു പൊമോഡോറോ മെത്തേഡ് ഒന്ന് ചെയ്ത് നോക്ക്. അപ്പോൾ നമുക്ക് നല്ല സിമ്പിളായിട്ട് പഠിക്കാനായിട്ട് പറ്റും. ആദ്യം ഭയങ്കര സിമ്പിളായിട്ടുള്ള പോർഷൻസ് പഠിക്കുക. ഇത് കഴിഞ്ഞിട്ട് ഹാർഡർ പോർഷൻസ് നമ്മൾ പഠിച്ച് സ്റ്റാർട്ട് ചെയ്യും. സോഷ്യൽ ബേസിക് പഠിക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് തന്നെ ഹാർഡർ പോർഷൻ പഠിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഈസി പോർഷൻ പഠിക്കുക. ഇറ്റ് ഈസ് ദി മെത്തേഡ് ഓഫ് ഈറ്റ് ഫ്രോഗ്. ഇനി പറയുന്നത് ടൈം മാനേജ്മെൻറ്റിനെ പറ്റിയാണ്. പരീക്ഷയുടെ തുടക്കം നല്ല ഹാൻഡ് റൈറ്റിംഗ് ആയിരിക്കും. പിന്നെ 5 മിനിറ്റ് ഉള്ളൂ എന്ന് ഓർക്കുമ്പോൾ കാക്കച്ചിക്ക് എഴുതി വയ്ക്കും. എന്താ എഴുതുന്നതെന്ന് നമ്മൾക്ക് പോലും മനസ്സിലാകുന്നില്ല. എങ്ങനെ നല്ല എഫിഷ്യൻ്റായി എഴുതുമോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയം നന്നായി ക്വസ്റ്റ്യൻ വായിക്കണം. നന്നായി വായിച്ചു കഴിഞ്ഞതിനു ശേഷം മാത്രം എഴുതുക. 50 മിനിറ്റ്സ് സ്കൂൾ ഔട്ട് ടൈം ഉണ്ട്. ആ സമയം നന്നായി യൂസ് ചെയ്യുക. എന്താ കാര്യമെന്നാൽ ഫസ്റ്റ് തന്നെ നമ്മൾ എല്ലാ ആൻസറും ചെയ്യാൻ തുടങ്ങിയാൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാനായിട്ട് സമയമെടുക്കും. 50 മിനിറ്റ്സ് ക്വസ്റ്റ്യൻസ് വൃത്തിയായി വായിച്ച് നോക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാനുള്ള സമയം നമുക്ക് ലാഭിക്കാം. ഫസ്റ്റ് പറഞ്ഞ റൈറ്റ് നീറ്റ്ലി എന്ന ടിപ്പ് മൈൻഡ് പ്രസൻറ്റേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈം മാനേജ്മെൻറ്റ്, നമ്മൾ ടൈം എടുത്ത് മെല്ലെ എഴുതുമ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനുള്ള ടൈം കുറഞ്ഞു വരും. അപ്പോൾ നമ്മൾ നീറ്റായിട്ട് എഴുതുന്ന സമയം നമ്മൾ ഓർക്കണം. വേഗം എഴുതണമെന്ന മൈൻഡ് വേണം. അതുപോലെ തന്നെ നീറ്റായിട്ട് എഴുതണം. ഇനി ഇതുപോലത്തെ വീഡിയോ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.